ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെ? എല്ലാവരും അടിച്ചു പൊളിച്ചു അതിന് എക്സാം ഒക്കെ എഴുതി. ഇനി നമ്മൾക്ക് വീണ്ടും നമ്മുടെ മാത്സ് ക്ലാസ്സിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത ടേമിനുള്ളത് പഠിക്കാനോ യൂണിറ്റിനുള്ളതൊക്കെ നമുക്ക് വീണ്ടും തുടങ്ങാനുള്ള സമയമായി അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇനി വീണ്ടും നമ്മുടെ അടുത്ത ടേം ബുക്കിലോട്ട് കിടക്കുകയാണ്. മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്നറിയോ? ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം അല്ലേ? സമയം എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? സമയം നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്കിന്ന് പഠിക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ ഇന്ന് അത് ചെയ്യുമ്പോൾ വൈകിയില്ലേ, അങ്ങനെ സമയത്തിനെ കുറിച്ച് നമ്മൾ ഉറങ്ങുമ്പോഴോ അയ്യോ ഞാൻ ഇത്ര മണിക്ക് ഉറങ്ങി എന്ത് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്? സമയത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും സംസാരിക്കാറുണ്ട് അല്ലേ? ആ സമയം നമ്മൾ എന്തിലും നോക്കിയിട്ടാണ്? ക്ലോക്കിലും നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ സമയം കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആദ്യം എന്ത് പഠിക്കണം അറിയോ? ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്നും ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ടൈമിൽ എന്താണ്? സെക്കൻഡ് നീഡിലുണ്ട്, അവർ നീഡിലുണ്ട്, മിനിറ്റ് നീഡിലുണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലെ? അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്കിതിൽ ചെയ്യാൻ ഉള്ളത്. നമ്മളൊക്കെ ആദ്യം എങ്ങനെ ടൈം എഴുതണം എന്നൊക്കെ നിങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡിലും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? മിനിറ്റ്സ് നീഡിലുണ്ട്, അവർ നീഡിലുണ്ട്, സെക്കൻഡ് നീഡിലുണ്ട് അല്ലേ? അപ്പൊ ഒരു മിനിറ്റില് എത്ര സെക്കൻഡ്സ് ചേർന്നാണെന്ന് അറിയോ? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ്? 60 സെക്കൻഡ്സ് ചേർന്നതാണ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 60 സെക്കൻഡ് is equal to 1. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60 സെക്കൻഡ് ചേർന്നതാണ് ഒരു മിനിറ്റ്. അങ്ങനെയുള്ള 60 മിനിറ്റ് ചേർന്നതാണ് എത്ര? 1 അവർ. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റ് ചേർന്നത്. 60 സെക്കൻഡ് ചേർന്നാൽ ഒരു മിനിറ്റ്. ഓക്കെ, 60 മിനിറ്റ് ചേർന്നാൽ ഒരു മണിക്കൂറും ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇനി നമ്മൾക്ക് ഇവിടെ തന്നിരിക്കണേ ചിലതില് നമുക്ക് അവർ മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മിനിറ്റിലേക്ക് ആക്കാനും മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മണിക്കൂറിലേക്ക് ആക്കേണ്ട പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ചാപ്റ്ററിൽ ഉള്ളത്. മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? മിനിറ്റിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ബൈ 60. മണിക്കൂർ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയണേ. നമുക്ക് 4 hours തന്നിട്ടുണ്ട്, 4 മണിക്കൂർ തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? കൺവേർട്ട് ഇൻടു മിനിറ്റ്. അതിന് മിനിറ്റിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? 4 ഇൻറ്റു എത്ര മിനിറ്റ്സ് ആണ് ഒരു അവർ പറയുന്നത്? 60 മിനിറ്റ്സ് ആണ് അല്ലെ? അപ്പൊ 4 ഇൻറ്റു 60 അപ്പൊ എത്രയായി? 400 4 6 are 24. അപ്പോൾ 240 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാണ്? 4 അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഉണ്ട്? 240 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താണ്? അവർ തന്നിട്ട് അതിന് എന്തിലേക്ക് മാറ്റാനാണ്? മിനിറ്റ്സിലേക്ക് മാറ്റാനാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ബൈ എന്താണ്? 60. 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഇനി മിനിറ്റ്സ് തന്നിട്ട് നമ്മൾ അതിനെ മണിക്കൂറിലേക്ക് ആക്കാൻ ഇപ്പൊ ഞാൻ 120 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് എന്താക്കി മാറ്റണം? കൺവേർട്ട് ഇൻടു അവർ. അവർന്ന് ഞാൻ HR ചുരുക്കി എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? 120 ഡിവൈഡഡ് ബൈ 60 ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സാധാരണ ഡിവിഷൻ നിങ്ങൾക്ക് അറിയില്ലേ? 120 ഡിവൈഡഡ് ബൈ 60 വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാം. അപ്പൊ എത്രയാണ്? 60യുടെ ടേബിൾ 120 ചെയ്ത് നോക്കാം. നമുക്കത് ഇൻറ്റു വെച്ചിട്ട് ചെയ്യാം. അപ്പൊ 0ക്ക് 0 അത് പോയി. ദെൻ 60ന്റെ ടേബിൾ 12. അപ്പൊ എത്രയാണ്? 2 2 0 0 2 6 are 12. കണ്ടോ? അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാം. ആ 0യും 0യും കൂടെ നമ്മൾ വെട്ടി ദെൻ 6ന്റെ ടേബിൾ 12 വരെ 6 2s. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 2 hours.
ഓക്കെ, ഇങ്ങനെയാണ് മിനിറ്റിനെ എന്തിലേക്ക് അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ ഇൻഡു ചെയ്യുക, 60 കൊണ്ട് 60 കൊണ്ട് ഇൻഡു ചെയ്യുകയും മിനിറ്റിനെ അവറിലാക്കാൻ എന്ത് ചെയ്യണം, 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ, മിനിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അവറിലും മിനിറ്റിലും ആക്കാനും എന്തെങ്കിലും എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ 1 and 2 മിനിറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, അവറിലും മിനിറ്റിലും ആക്കണം. 112 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾക്ക് ഏക്കണം അവർ ആൻഡ് മിനിറ്റ്, അവറിലും എത്രയാക്കണം, മിനിറ്റിലും ആക്കണം. ഈ 112 മിനിറ്റ് തന്നിട്ട് നമുക്കതിനെ മണിക്കൂറിലും മിനിറ്റിലും ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയോ, 112 ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ഇതില് 112 60 നോക്കുമ്പോൾ 1 ടൈം ആയിരിക്കും. 2 ആണെങ്കിൽ എത്ര വരും, 120 വരും. സോ 1 ടൈം അത് എവിടെ എഴുതാ, എന്നിട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 60 അല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ 52 അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണെന്ന് എഴുതേണ്ടത്, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം, അവറിലും 1 അവർ നമ്മളെന്താ അറിയില്ലേ, കോഷന്റിനെ നമ്മൾ അവറിലാക്കി എഴുതുന്നു. ആൻഡ് ഈ റിമൈൻഡറില്ലേ, റിമൈൻഡറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മിനിറ്റിലേക്ക് ആവുന്നു. 52 മിനിറ്റ്സ്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കോഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവറിലേക്ക് എഴുതുന്നു. ദെൻ റിമൈൻഡർ ഉണ്ടെങ്കിൽ ആ റിമൈൻഡറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മിനിറ്റ്സിലേക്ക് നമ്മൾ എഴുതുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതില് ഇപ്പൊ മിനിറ്റ്സ് തന്നിട്ടില്ല, അതിന്റെ അവറിലും മിനിറ്റ്സിലും ആക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് പഠിക്കാനുള്ളത് എന്തറിയോ, നമ്മൾ എല്ലാ ടൈമും നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ കൂടെ പറയുന്നുണ്ടറിയോ. ഇപ്പൊ 2 PM 10 AM നമ്മൾ പറയില്ലേ, 10 AM 12 പിന്നെ പറയാം 3 PM എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതിലെ AM PM ഒക്കെ നമ്മൾ എപ്പോഴാ പറയുന്നത് അറിയോ, നിങ്ങൾക്കൊക്കെ അറിയാല്ലേ, നമ്മൾ 12 മണിക്ക് മുൻപുള്ളതിനെയൊക്കെ എന്ത് പറയും, AM എന്ന് പറയും. 12 മണിക്ക് ശേഷം, ഉച്ചയ്ക്ക് ശേഷമുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് പറയും, PM എന്നും പറയും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. രാവിലെ എന്താ പറയും, 9 AM എന്ന് പറഞ്ഞാൽ രാവിലത്തെ 9 മണി. 9 PM എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തുള്ള 9 മണി. അത് നമുക്കറിയാലോ അല്ലേ. നമ്മൾ 12 മണിക്ക് ശേഷമുള്ളതിനേക്ക് AM എന്ന് പറയും. 12 മണി നമ്മൾ പറയുന്നത് നൂൺ എന്നാണ്. അതിലൊരിക്കലും AM ഇല്ല PM ഇല്ല. ഓക്കെ, അതിൽ അത് AM ഇല്ലാത്തതും PM AM PM അല്ലാതെ 12 മണി. അപ്പൊ അതിന് മുൻപുള്ളതിനേക്ക് നമ്മൾ എന്ത് പറയും, AM എന്ന് പറയും. അതിന് ശേഷമുള്ളതിനേക്ക് എന്ത് പറയും, PM എന്ന് പറയും. മിഡ് ഡേ, ഇപ്പൊ 12 എന്ന് പറയുന്നത് മിഡ് ഡേ ആണ്. നമ്മളൊരു ഇതിന്റെ പകുതി, ഒരു ദിവസത്തിന്റെ പകുതി എന്നുള്ളതാണ് മിഡ് ഡേ 12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഈ AM ഉം PM ഉം നമ്മളൊക്കെ അതിലൊക്കെ എഴുതാറുണ്ട് അല്ലേ. എന്താണെന്നറിയോ, ആന്റി മെർഡിയം എന്നുള്ളതാണ് AM-ന്റെ. ആന്റി മെർഡിയം എന്ന് എഴുതുന്നതിന് പകരം അതിന് ചുരുക്കിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, AM എഴുതുന്നത്. ആന്റി മെർഡിയം. ഓക്കെ, അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, AM എന്ന് എഴുതുന്നത്. അത് പറഞ്ഞാൽ എന്താണെന്നറിയോ, ബിഫോർ മിഡ് ഡേ. ആന്റി മെർഡിയം എന്ന് പറഞ്ഞാൽ ബിഫോർ മിഡ് ഡേ, ആ ദിവസത്തിന് പകുതിക്ക് മുൻപ്, അതാണ് AM. ഇനി പോസ്റ്റ് മെർഡിയം എന്ന് പറയുന്നതാണ് PM, അതായത് ആഫ്റ്റർ മിഡ് ഡേ, ആ മിഡ് ഡേക്ക് ശേഷം, അതാണ് PM. അതാണ് പോസ്റ്റ് മെർഡിയം എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ AM ഉം എന്താണ് PM എന്ന് മനസ്സിലായില്ലേ. AM എന്ന് പറഞ്ഞാൽ ആന്റി മെർഡിയം, അതിന്റെ ഷോർട്ട് ഫോം ആണ് AM, അതായത് നമ്മൾ മിഡ് ഡേക്ക് മുൻപായിട്ട്. ഓക്കെ, PM എന്ന് പറയുന്നത് പോസ്റ്റ് മെർഡിയം എന്നാണ്, അതായത് മിഡ് ഡേക്ക് ശേഷം, അതായത് 12 മണിക്ക് ശേഷം. ഓക്കെ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് പഠിച്ചതിന് ശേഷം കെയർഫുൾ ആയി മനസ്സിലാക്കിയതിനു ശേഷം അത് ചെയ്യാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പഠിക്കാനുള്ള നിങ്ങളുടെ ഇതിലാണ് കലണ്ടർ എന്നുള്ള ഒരു ടോപ്പിക് കൂടെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കലണ്ടർ നമുക്ക് എല്ലാവർക്കും അറിയാലും, മാസങ്ങളും അത് ദിവസങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ ഈ കലണ്ടർ യൂസ് ചെയ്യുന്നത്.
സോ കലണ്ടറിൽ എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സും അതിന്റെ ഡേയ്സും കൂടെ ചേർന്നതാണ് നമ്മളുടെ ഒരു കലണ്ടർ. അത് നിങ്ങളുടെ പേജ് നമ്പർ 10-ലുണ്ട്. ആ കലണ്ടർ നോക്കിയിട്ട് പേജ് നമ്പർ 11-ൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലംസ് ആദ്യം എന്ത് ചെയ്യണം? ഈ 10-ലെ കലണ്ടർ കെയർഫുൾ ആയിട്ട് ഒന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ അതിൽ വരുന്ന എന്താണ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. കാരണം അത് എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? ഇപ്പോ 31st ഡേ ഉള്ള മന്ത് ഏതാണ്? ഓക്കെ, 30th ഡേയ്സ് ഉള്ള മന്ത്, 30 ഡേയ്സ് ഉള്ള മന്ത് ഏതാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ ഇപ്പൊ ജൂണിൽ എത്ര ഡേയ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ആ കലണ്ടർ നല്ലതുപോലെ നോക്കിയതിനു ശേഷം ആ പ്രോബ്ലം ചെയ്യാട്ടോ. ഇതോടുകൂടി നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ആദ്യം ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങാം.